ദുആകളിൽ ചിലത് പറയാൻ പാടില്ലാത്തതുണ്ട്. അനസ് റളിയല്ലാഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കാണാൻ പോയി. രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഖദ് സാറ മിസ്ലൽ ഫർഹി, ഒരു മാംസം കഷ്ണം പോലെ ആയിട്ടുണ്ട് അദ്ദേഹം. ശിക്ഷയുടെ അതല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു മാംസ കഷ്ണം പോലെ, ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ. ഫർഹ് എന്ന വേർഡിന്റെ അർത്ഥം അതാണ്, ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, കഴിച്ചത് എന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വന്നത്, അതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം ഹൽ തദുഉല്ലാഹ ബിശൈഇൻ ഔ തസ്അലഹു ഇയ്യാ, അള്ളാഹുവിനോട് എന്തെങ്കിലും ദുആ ചെയ്തിരുന്നോ എന്നാണ്. പ്രാർത്ഥിച്ചതിൽ തെറ്റിയതാണ് ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ദുആയിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ റബ്ബിനോട്? അദ്ദേഹം പറഞ്ഞു നഅം, അതെ, ഞാനൊരു ദുആ നടത്തിയിരുന്നു, അതിനുശേഷമാണ് ഇങ്ങനെ ആയത്. എന്താ ദുആ? അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറതി ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയാ, പടച്ചോനെ നീ പരലോകത്ത് എന്നെ ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ തരണേ, പരലോകത്തേക്ക് വെക്കരുതേ എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തി അത്ഭുതപ്പെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് ലാ തുതീഖു, താങ്കൾക്കത് കഴിയില്ല. അല്ലാഹു ഇവിടെ വെച്ച് ശിക്ഷിച്ചാൽ അത് താങ്ങാൻ നമുക്ക് കഴിയില്ല, അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യരുത്. ഫഹല്ലാ ഖുൽത, താങ്കൾക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൂടായിരുന്നോ? എന്ത്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇങ്ങനെ ദുആ ചെയ്യണം. കാരണം ഇവിടെ ശിക്ഷിച്ചോ അവിടെ വേണ്ടെന്നല്ല, ഇവിടെയും വേണ്ട അവിടെയും വേണ്ട, അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. ഇവിടെയും ഖൈർ, പരലോകത്തും ഖൈർ. അങ്ങനെ ഫദഅ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഫശഫാ, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു.